വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാകുള്ളൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജ്യത്തിന്റെ വികസന ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ കേരളത്തെ സജ്ജമാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കാൻ വിജ്ഞാന സമൂഹം കൂട്ടായ ശ്രമങ്ങൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2047 ആകുന്നതോടെ അതിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരും. വികസിത കേരളത്തിലൂടെ മാത്രമേ വികസിത ഭാരതം പൂർണ്ണമാകൂ എന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു. ആക്കുളത്തെ RGCB ക്യാമ്പസിൽ സംഘടിപ്പിച്ച കേരള at 2047 എന്ന പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ. 2047 year when we will be completing 100 years of our political freedom. And that particular day, our globe, our world will be telling us that you are really a developed nation. Vikasit Bharat, Vikasit Rashtra. This is what exactly the weak people are in fact looking at. इसको ऐसा करने के लिए क्या प्रयास करने की आवश्यकता है, इसका आपने एक लेखा जोखा थोड़ा सा क्यों होना, लेकिन हम सबके सामने आपने रखा है डिफरेंट एस्पेक्ट्स. സാമ്പത്തിക വ്യവസ്ഥയിൽ മാത്രമല്ല രാജ്യം വികസിക്കേണ്ടത്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലും പരമ്പരാഗത മൂല്യങ്ങളിലും ഊന്നിക്കൊണ്ടുള്ള വികസനം സാധ്യമാകണം. രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ പൌരന്മാർക്ക് പ്രധാന പങ്കുണ്ട്. വികസനം മാനവിക കേന്ദ്രീകൃതമാകണമെന്നും ഗവർണർ പറഞ്ഞു. We are going in that way and ultimately it comes to economy. लेकिन हमारी परंपरा के अनुसार जो भी अपनी भारत की देन है यहाँ इस विश्व के लिए, एंड दैट इज इन एवरी फील्ड. इसी फील्ड में भारत ने कुछ दिया है ऐसा नहीं है. क्या हम भारत की नॉलेज सिस्टम को अपनी विज्ञान से जोड़कर सब विश्व के सामने रखने के लिए तैयार हैं? ചടങ്ങിൽ CMFRAയുടെ പരിശീലന പരിപാടിയായ അഡ്വാൻസിംഗ് ഇന്ത്യാസ് ബ്ലൂ ഇക്കണോമി ദ റോൾ ഓഫ് ഫിഷറീസ് സെക്ടറിന്റെ റിപ്പോർട്ട് ഗവർണർ പ്രകാശനം ചെയ്തു. വിജ്ഞാന ഭാരതി പ്രസിഡന്റും CSRI മുൻ DGയും DSIR സെക്രട്ടറിയുമായ ഡോക്ടർ ശേഖർ C. മാണ്ഡയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഗവേഷണ വികസന മേഖലയിലെ പ്രമുഖർ, അക്കാദമിക വിദഗ്ധർ, ചിന്തകർ തുടങ്ങിയവർ 2047 കേരളത്തിന്റെ സുസ്ഥിര വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പങ്കുവച്ചു. ജനം, തിരുവനന്തപുരം.